മത്തായി സുവിശേഷം 11:28. അധ്വാനിക്കുന്നവരെ ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവൻ. അതൊരു വിളിയാണ്. എല്ലാവരും എൻ്റെ അടുക്കൽ വരുവൻ. ഞാൻ നിങ്ങളുടെ ഭാരം കൂട്ടാമെന്നല്ല, ഞാൻ നിങ്ങളുടെ കണ്ണുനീരിനെ വർദ്ധിപ്പിക്കാം, നിങ്ങളുടെ അധ്വാനത്തെ വർദ്ധിപ്പിക്കാം, അതിനല്ല യേശു വിളിക്കുന്നത്. പകരം സ്തോത്രം യേശു വിളിച്ചത് ഐ വിൽ ഗിവ് യു റെസ്റ്റ്. ഞാൻ നിങ്ങൾക്ക് സ്തോത്രം ആശ്വാസം തരാം. യേശു വിളിക്കുന്നു എന്തിനെന്നറിയോ? ആശ്വാസം തരാൻ. റെസ്റ്റ്ലെസ്സായ ഈ ലോകത്ത് സ്തോത്രം അതെ റെസ്റ്റിൽ നിന്നെ ജീവിക്കാൻ കർത്താവ് നിന്നെ വിളിക്കുന്നു. നമുക്കറിയാം കർത്താവ് റെസ്റ്റിൻ്റെ ദൈവമാണ്. യേശു കർത്താവ് സ്തോത്രം ആശ്വാസത്തിൻ്റെ ദൈവമാണ്. നിങ്ങൾ ജീവിക്കേണ്ടത് കൊടുങ്കാറ്റിലും പെരുങ്കാറ്റിലുമല്ല. നിങ്ങൾ ജീവിക്കേണ്ടത് ദൈവിക ആശ്വാസത്തിലാണ്. നിങ്ങൾ ശുശ്രൂഷിക്കേണ്ടത് ദൈവത്തിൻ്റെ ആശ്വാസത്തിലാണ്. ഓ ഹല്ലേലൂയ. 6 ദിവസം കൊണ്ട് കർത്താവ് സകലതിനെ സൃഷ്ടിച്ച് 7ാമത്തെ ദിവസം കർത്താവ് സ്വസ്ഥമായിരുന്നു കാണിച്ചു തന്നു. മക്കളെ, ഇതാണ് ലൈഫ്. ഒരിക്കൽ കൂടെ 6 ദിവസം കർത്താവ് എല്ലാം സൃഷ്ടിച്ചിട്ട് 7ാമത്തെ ദിവസം അപ്പച്ചൻ സ്വസ്ഥമായി ഇരുന്ന് കാണിച്ചു. ഇതായിരിക്കണം നിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ റെസ്റ്റ്ലെസ് ആയിട്ടല്ല നീ വർക്ക് ചെയ്യേണ്ടത്, പകരം റെസ്റ്റിലാണ് നീ ജീവിക്കേണ്ടത്. റെസ്റ്റിലാണ് ജീവിക്കേണ്ടത്. ഇൻ ജീസസ് നെയിം. പെയിനിലും പ്രഷറിലുമല്ല നീ ജീവിക്കേണ്ടത്. സ്തോത്രം. പകരം ദൈവകൃപയാൽ സ്തോത്രം റെസ്റ്റിലാണ് ജീവിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ നിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്ന സകല കാര്യാദികൾ സ്തോത്രം വിട്ടുമാറട്ടെ. പകരം ദൈവകൃപയാൽ സ്വസ്ഥതയിൽ ജീവിച്ചാട്ടെ.